ഹലോ മക്കളെ, +2 എക്സാം കഴിഞ്ഞ് എല്ലാവരും അതിഗംഭീരമായിട്ട് കീം എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ച നിമിഷമാണിതേ ഈ പറയുന്നത്. ഇന്നാണ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള സിലബസ് എന്ന് വ്യക്തമാക്കിയത്. നമ്മൾ സിലബസ് പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് +2 ക്ലാസ്സിനകത്ത് പഠിക്കാൻ ആവശ്യമില്ലാത്ത ഒരുപാട് പാഠങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തിന്? NCERT ബുക്കിൽ പോലും ഇല്ലാത്ത ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾക്ക് കീം എക്സാമിന് വേണ്ടി പഠിക്കേണ്ട സാഹചര്യമാണ് ഈ കാണുന്ന നിമിഷം ഉള്ളത്. വിദ്യാർത്ഥികളെ അത്രമേൽ ദ്രോഹിക്കുന്ന നിലപാടാണ് ഈ നിമിഷം വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. +2 ക്ലാസ്സിനകത്തും +1 ക്ലാസ്സിനകത്തും പഠിക്കാത്ത ഒരുപാട് പാഠങ്ങൾ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ P ബ്ലോക്ക് എലമെന്റ്സ്, മാത്തമാറ്റിക്കൽ റീസണിങ്, ഇത്തരത്തിലുള്ള പാഠങ്ങൾ ഒന്നും തന്നെ CBSEക്കോ സ്റ്റേറ്റിനോ ആർക്കും തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് നമ്മുടെ കീമിലെ സിലബസിൽ ഇങ്ങനത്തെ പാഠങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്തിന്? 3D എന്നുള്ള ചാപ്റ്റർ നമുക്ക് വളരെ ലഘുവായിട്ട് +2 ക്ലാസ്സിനകത്ത് വരുമ്പോൾ കീം എക്സാമിന്റെ സിലബസ് പരിശോധിക്കുമ്പോൾ മുമ്പ് NCERT ബുക്കിനകത്ത് എന്താണ് ഉണ്ടായിരുന്നത് ആ കാണുന്ന കംപ്ലീറ്റ് ചാപ്റ്റർ ഇപ്പോഴുമുണ്ട്. NCERT ബുക്ക് പോലും ഒഴിവാക്കിയത് വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തുന്നു. അതിൻ്റെ ആവശ്യം എന്തിനാണ്? ഇനി എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസ വകുപ്പിനോടാണ്. വിദ്യാർത്ഥികളെ ഇത്രമേൽ ബുദ്ധിമുട്ടാക്കുന്ന നടപടിയിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ സിലബസിനകത്ത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു മാറ്റമുണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി വിദ്യാർത്ഥികളോടാണ്. നമ്മൾ തളർത്താൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങളോടൊപ്പം എക്കാലവും ഞങ്ങൾ ഉണ്ടായിരിക്കും.